നടൻ ധനുഷിന്റെയും ഭാര്യയും രജനീകാന്തിന്റെ മകളുമായ ഐശ്വര്യയുടെയും വേർപിരിയൽ വാർത്തകളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു. 2004 വിവാഹിതരായ ദമ്പതിമാർ സന്തുഷ്ടരായി ജീവിക്കുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയത്. മക്കളായ യാത്ര, ലിംഗ എന്നിവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും എന്നും ഒപ്പമുണ്ടാവുമെന്നും സുഹൃത്തുക്കളായി പിരികയാണെന്നുമാണ് വിവാഹമോചനത്തെപ്പറ്റി താരങ്ങൾ സംസാരിച്ചത്. പിന്നീട് ധനുഷ് അഭിനയത്തിലേക്കും ഐശ്വര്യ സംവിധാനത്തിലും തിരക്കിലായി. ഏറ്റവും ഒടുവിൽ ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ് പുതിയ ചില അഭിമുഖങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സിനിമ വിജയമാവാതെ പോവുകയായിരുന്നു. അതേസമയം ഐശ്വര്യ ധനുഷ് ദമ്പതിമാരെ പറ്റിയുള്ള പുതിയ ചില വെളിപ്പെടുത്തലുകൾ വൈറലാവുകയാണ്. കോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ധനുഷും ഐശ്വര്യയും വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചത്. 18 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും വിവാഹമോചനത്തിലേക്ക് എത്തിയത്. പിന്നീട് വീട്ടുകാർ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇരുവരും വിവാഹമോചന തീരുമാനം ഉപേക്ഷിച്ചുവെന്നും എങ്കിലും വേർപിരിഞ്ഞ് ജീവിക്കാനാണ് ഇവരുടെ തീരുമാനമെന്നും മുൻപ് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരുവരും ഒരുമിക്കാൻ പോവുകയാണെന്നാണ് സൂചന. ഐശ്വര്യയുമായി ധനുഷ് വീണ്ടും ഒന്നിക്കാൻ പോവുകയാണെന്ന് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര നിരൂപകനായ ബേൽവാൻ രംഗനാഥൻ. തമിഴ് സിനിമയിലെ താരങ്ങളെക്കുറിച്ച് വിവാദപരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ ചലച്ചിത്ര നിരൂപകനാണ് ബേൽവാൻ രംഗനാഥൻ. ആന്ധ്രാപ്രദേശിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ധനുഷും ഐശ്വര്യയും വിവാഹമോചനത്തിന് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചു. മാത്രമല്ല, ഇപ്പോൾ ബന്ധം കൂട്ടിയിണക്കി ഇരുവരും ഒരുമിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മകളുടെ അപ്രതീക്ഷിതമായ ഈ തീരുമാനം രജനിയെയും ഭാര്യ ലതയെയും ഞെട്ടിച്ചു. കുടുംബം അവരെ ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി വീണ്ടും ഒന്നിക്കാൻ ധനുഷും ഐശ്വര്യയും തീരുമാനിച്ചതായി പറയുന്നു. ഇരുവരും ഉടൻ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ബേൽവാൻ പറയുന്നത്. ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ലെങ്കിലും ആരാധകരും സിനിമാ ലോകവും കാത്തിരിക്കുകയാണ് ആ ശുഭവാർത്ത കേൾക്കാനായി. ധനുഷുമായുള്ള വേർപിരിയലിന് ശേഷം സംവിധായികയായി റീ എൻട്രി നടത്തിയിരിക്കുകയാണ് ഐശ്വര്യ രജനീകാന്ത്. ലാൽ സലാം എന്ന ചിത്രം സംവിധാനം ചെയ്തെങ്കിലും വിചാരിച്ചതുപോലെ വിജയിച്ചില്ല. ചിത്രത്തിൽ ഐശ്വര്യയുടെ പിതാവും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒരു അതിഥി വേഷത്തിലെത്തിയിരുന്നു. 40 കോടി ബജറ്റിൽ ഒരുക്കിയ സിനിമയ്ക്ക് 20 കോടി മാത്രമേ കളക്ഷൻ നേടാൻ സാധിച്ചിരുന്നുള്ളൂ. അതിന് കാരണം രജനീകാന്തിന്റെ റോളാണെന്ന് ഐശ്വര്യ തന്നെ പറഞ്ഞിരുന്നു. അതിഥി വേഷമായിട്ടാണ് പിതാവിനെ തീരുമാനിച്ചത്. എന്നാൽ അദ്ദേഹത്തിനായി കൂടുതൽ റോളുകൾ കൂട്ടിച്ചേർത്തതോടെ സിനിമയുടെ കഥയിലും മാറ്റം വന്നു. അതാണ് പരാജയ കാരണമെന്നാണ് ഐശ്വര്യ വ്യക്തമാക്കിയത്. ധനുഷിന്റെയും ഐശ്വര്യയുടെയും കുടുംബങ്ങൾക്ക് ഇരുവരും വേർപിരിയുന്നതിൽ താല്പര്യമില്ലെന്നും ഇരുവരെയും ഒരുമിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നും നേരത്തെയും വാർത്തകൾ ഉണ്ടായിരുന്നു. രജനീകാന്ത് തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഇരുവരും ഒന്നിക്കുന്നതിലേക്കുള്ള സൂചനയാണ് രജനിയുടെ വീടിനടുത്ത് ധനുഷിന്റെ പുതിയ വീട് എന്നാണ് നേരത്തെ തമിഴ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അയൽവക്കമാകുന്നതോടെ ഇരു കുടുംബങ്ങളും കൂടുതൽ അടുത്തേക്കുമെന്നാണ് താരം പ്രതീക്ഷിച്ചിരുന്നതെന്ന റിപ്പോർട്ടുകളും നേരത്തെ വാർത്തകളിൽ വന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.